ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ കരുതിയിട്ടില്ലേ? ആ, കാക്കിയാണല്ലേ? IPS. ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ. അല്പം കുറവാ. കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാം. അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ. ഇതാണ് പ്രശ്നം. എവിടെ ചെന്നാലും ഇതുപോലൊരാളുണ്ടാവും. സാരമില്ല, എല്ലായിടത്തും മാറി ഇവിടെ മാറും. മാറ്റാം. കുറച്ചുകൂടിയൊക്കെ മര്യാദ ആവാം. നീ ചില്ലറയൊന്നുമല്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ ചേച്ചി ലക്ഷ്മി, ചേച്ചിയുടെ മകള് മായ. ദോഷങ്ങളോടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? തുടങ്ങുന്നത് എന്റെ സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകന്റെ മരണത്തിൽ നിന്നാണ്. അവധിക്ക് വന്നപ്പോ അവളുടെ മൂത്ത മകൻ മോഹൻ ഇവിടത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒന്നാം തരം നീന്തലറിയുന്ന പയ്യനായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഇവിടത്തെ ദോഷം കൊണ്ടാണ് ജ്യോത്സ്യന്മാര് പറയുന്നത്. അത് കഴിഞ്ഞ 2 ദിവസത്തെ അവധി ചെലവഴിക്കാൻ വന്ന പെൺകുട്ടി മൈഥിലിയുടെ മരണം. പിന്നെ അളിയന്റെ ഭാര്യ ഉഷ, അത് പിന്നെ കുറെ നാളായിട്ട് സൂക്കേടുകാരിയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം. ആ സൂക്കടിന്റെ കാരണവും ഇവിടത്തെ ദോഷം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ ദോഷം കൊണ്ട് ദുരിതവും ദുഃഖവും അനുഭവിക്കാത്ത ഒരാളും ഈ അണിമംഗലത്തില്ല. എവിടെയാണ് പ്രശ്നമുള്ള മുറി? മുകളില. ഈ പൂട്ടും തുറക്കണമല്ലോ. വേഗം തുറക്കടോ. ഇവിടെ സൂക്ഷിച്ചിരുന്ന പരദൈവങ്ങളുടെ വാണും ചോരലും മറ്റും ജ്യോത്സ്യന്മാര് പറഞ്ഞനുസരിച്ച് അമ്പലത്തിനകത്തേക്ക് മാറ്റി. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴേ മുറിക്കകത്തുണ്ടെന്നാ ജ്യോത്സ്യന്മാര് പറഞ്ഞേ. ആത്മാവല്ല, പ്രേതം. പ്രേതം എന്നാ ഈ അവസ്ഥയിൽ തന്നെ പറയാ. സാധനങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ ഈ മുറി ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പൊ ആ പ്രേതം ഇപ്പോഴും ഇതിനകത്തുണ്ട്. കാപ്ര വേണം അതിനെ ഒഴിവാക്കാൻ.
നമ്മുടെ കാക്കി വന്നില്ലേ? സായി താഴെയുണ്ട്. ആ അയാളെ ഒന്ന് വിളിക്ക. അവൻ അറിവില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഒന്ന് വിളിക്കണോ അയാളെ? ആ എത്തിയോ? ഒരു രാത്രിയിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാനാവോ തനിക്ക്? കഴിഞ്ഞാൽ താൻ ജയിക്കും. കൂട്ടിയാ കൂടുന്ന ടൈപ്പല്ല താൻ എന്ന് ഞാൻ സമ്മതിക്കും. കഴിഞ്ഞില്ലെങ്കിൽ തോക്കും. അല്പം കുറവാണെന്ന് പറഞ്ഞ് താനേ കൂടും, കൂട്ടിയാ കൂടുകയും ചെയ്യും. സമ്മതിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? വേണ്ടാത്തതിനൊന്നും നിക്കണ്ട. പ്രേത പിശാചുക്കളോടാ നിന്റെ കളി. എന്ത് കാര്യത്തിനാ സായി ഇത്? അറപ്പും വെറുപ്പും ഭയവും തോന്നിക്കുന്ന എത്ര ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് ഈ കണ്ണുകൊണ്ട്. തിരിച്ചും മറിച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഒരിക്കലും കാണാത്ത ഭൂതപ്രേത പിശാചുക്കൾ. വേണ്ട സായി, പ്ലീസ്. ഞാൻ റെഡി. ഇത് ധൈര്യം. ഇപ്പോഴും സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നോ? തോറ്റെന്ന് സമ്മതിക്കൊന്നും വേണ്ട. പക്ഷെ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ യുക്തിക്കപ്പുറവും ചില കാര്യങ്ങളുണ്ടെന്ന് സമ്മതിക്കണം. അത് സമ്മതിക്കണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അംഗീകരിച്ചനെ ഇന്നലെ രാത്രി തന്നെ ശരിക്കും. പിന്നിവിടെ നടക്കുന്ന ചടങ്ങ് വേറെ ആയിരിക്കും. ഈ ജന്മത്തിവൻ നേരെയാവാൻ പോണില്ല. നീ വേറെ ആളാ നോക്കിയോ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നലെ രാത്രി ഈ മുറി കിടക്കാൻ പറഞ്ഞപ്പോ ഇത്രയും കൂടിയ സാധനമാണ് ഈ മുറിക്കുള്ളിലുള്ളതെന്ന് ഞാൻ കരുതിയില്ല. ഇയാളെ ഒന്ന് പേടിപ്പിക്കാം, അതോടെ ആള് പുറത്തേക്ക് ആടും എന്നേ കരുതിയുള്ളൂ. കർമ്മം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. കർമ്മം നടക്കും, ബാധകൾ ഒഴിയും, എനിക്ക് കൈ നിറയെ കാശും വരും. പക്ഷെ പോയ ദോഷങ്ങളൊക്കെ വീണ്ടും വരും. ആ പെണ്ണ് അങ്ങനൊന്നും ഇവിടുന്ന് പോവില്ല. ഒഴിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വഞ്ചിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാണ്. എന്തിനാ ഈ മാരണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അങ്ങ് കൊടുത്തുകൂടെ? എന്തു കൊടുത്തൂടെന്ന്? ഈ നശിച്ച വീടും സ്ഥലവും എന്തെല്ലാം ദുഃഖവും ദുരിതവുമാണ് നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത്. എന്നിട്ടും വേണോ? വളരെ പൊട്ട ചീത്ത സാധനമായിടോ ആ പ്രേതം. ഇപ്പോ ഇയാളെ കാല് പൊട്ടി രക്തം കണ്ടില്ലേ? അതൊരു സൂചനയാണ്. എന്റെ കാര്യം പോട്ടെ, ഇവിടെ പലരും രക്തം ഛർദ്ദിക്കാൻ പോവാണ്. റിസ്ക് എടുക്കണോ? ഇനി ഒരു റിസ്ക് എടുക്കാൻ വയ്യ. മറ്റൊരു മാർഗവും ഇല്ലേ? ഒരുപാട് ആലോചിച്ചിട്ട് ഞാനിത് പറയുന്നത്. വിറ്റുകളാ കിട്ടുന്ന വിലയ്ക്ക്. സായിക്കുണ്ടായ അനുഭവം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. എനിക്ക് അത്ഭുതമല്ല, ഭയമാണ് സാർ. പുറത്ത് ധൈര്യം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. എന്താ സാർ അന്ന് രാത്രി സംഭവിച്ചത്? കാര്യമുണ്ടെങ്കിൽ കാരണവും ഉണ്ടാവും. സാർ എന്നാ അണിമംഗലത്തേക്ക് വരിക? സാറിന് ഒഫീഷ്യലായിട്ട് തന്നെ അവിടേക്ക് വരാമല്ലോ. പോലീസ് അന്വേഷണത്തിൽ അനാസ്ഥ കണ്ടപ്പോൾ മൈഥിലിയുടെ അച്ഛൻ കേസ് കൊടുത്തു. CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന് ഓർഡറും ആയതാ. പക്ഷെ പിന്നെന്തോ അതും വഴിമുട്ടി. CBIക്കും അനാസ്ഥ. അണിമംഗലത്തേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. ആ വീട് ഇതുവരെ വിറ്റില്ലേ? ഇല്ല സാർ, കറക്റ്റ് ബയറിനെ കിട്ടിയില്ല. ഇപ്പോ ഡോക്ടർ കൃഷ്ണനായരുടെ ഫ്രണ്ട് ഡോക്ടർ ബാബു അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേട്ടു. ഒരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ? മരിച്ച ആ പെൺകുട്ടി ആദ്യമായിട്ടാണല്ലോ ആ വീട്ടിൽ വരുന്നത്? അതെ സാർ. ആ വീടുമായി ഒരു പരിചയവും ബന്ധവും ഇല്ലാത്ത പെൺകുട്ടി രാത്രി ഏറെ കഴിഞ്ഞ് തനിച്ച് കിടന്ന ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി താഴെ വരാൻ ഒരു കാരണം വേണ്ടേ? മരിച്ചു കിടന്നത് സ്റ്റെപ്സിന്റെ ചോട്ടിലല്ലേ? അതെ സാർ. ബെഡ്റൂമിൽ നിന്നും സ്റ്റെപ്സ് വരെ ആ പെൺകുട്ടി എങ്ങനെ എത്തി, എന്തിനെത്തി, എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ്? പ്രേരണ. ആ പ്രേരണയാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം. അത് നാച്ചുറൽ ആയാലും ശരി, സൂപ്പർ നാച്ചുറൽ ആയാലും ശരി, അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്.